കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഷാജിദയും അതോടെ തന്നെ ഷെരീഫും തമ്മിലുള്ള പ്രശ്നം പോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയുണ്ടെങ്കിൽ രണ്ടുപേരും കുറ്റപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷാജിദ ഒരു വീഡിയോ ചെയ്ത് എനിക്കെതിരെ ഉണ്ടെങ്കിൽ ഭയങ്കര മോശമുള്ള രീതിയിൽ പറയുന്നുണ്ട്, എൻ്റെ മക്കൾക്കെതിരെയും, അതുകൊണ്ട് അവനെതിരെ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അതിന് വേണ്ട നടപടി എടുക്കുമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഷെരീഫ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനുണ്ടെങ്കിൽ ഒരുപാട് നാളായിട്ട് ഇതാണെങ്കിൽ ഷാജിദയെക്കുറിച്ചുള്ള വീഡിയോസാണ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. പലവട്ടം താൻ വിചാരിച്ചിട്ടുള്ളതാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന്. എൻ്റെ ഉമ്മയെടുത്ത് വരെ വാക്ക് കൊടുത്തിട്ടുള്ളതാണ് അത് ചെയ്യത്തിരുന്നത്. പക്ഷേ അവരുണ്ട് ഇതിനകത്തുള്ള കാര്യങ്ങൾ കാണിക്കുന്നതുകൊണ്ടാണ് ഞാനോട് ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവസാനമുണ്ട് ഞാൻ ഇപ്പോൾ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനിയുണ്ടെങ്കിൽ അവരെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യത്തില്ല. എനിക്കുണ്ടെങ്കിൽ അതല്ലാതെ ഞാൻ എൻ്റെ കാര്യം നോക്കി പോകാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് പേര് വിചാരിക്കും ചിലപ്പോൾ ഞാൻ പേടിച്ചിട്ടാണെന്നുള്ള രീതിയിൽ. പക്ഷേ അങ്ങനത്തെ ഉള്ള ഒരു കാര്യമല്ല, പേടിച്ചിട്ടൊന്നുമല്ല. ഇതാണെങ്കിൽ എനിക്കത് ശരിയല്ല. ഇനി ഇതിനെപ്പറ്റി സംസാരിച്ച് ചുമ്മാ ഒരു കാര്യമില്ല. എത്ര പറഞ്ഞാലും അവർക്കത് മനസ്സിലാവത്തില്ല. സോ എൻ്റെ സമയം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലെന്നായിരുന്നു ഷെരീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ഇനി തൊട്ടുണ്ടെങ്കിൽ ഷാജിദയെക്കുറിച്ചുള്ള ഒരു വീഡിയോയും ചെയ്യത്തില്ലെന്ന് ഉറപ്പിച്ചാണ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത്.